Good afternoon, everyone. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. കഴിഞ്ഞ ക്ലാസ്സിലെ റിപ്പോർട്ട് സ്പീച്ച് കംപ്ലീറ്റ് ആയോ? റിപ്പോർട്ട് സ്പീച്ച് മീൻസ് ഡയറക്റ്റ് ആൻഡ് സ്പീച്ച് കംപ്ലീറ്റ് ചെയ്തു നമ്മള്. റെസ്പോണ്ട് ചെയ്യാവോ? കംപ്ലീറ്റ് ചെയ്തോ? എനിവാൻ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് കുറച്ച് സെന്റൻസ് മലയാളത്തിൽ മിസ് പറഞ്ഞു, എന്നിട്ട് അത് ഇംഗ്ലീഷിലേക്ക് നമ്മൾ മാറ്റുക ചെയ്തേ. അത് ഫിനിഷ് ചെയ്തായിരുന്നു. അപ്പൊ റിപ്പോർട്ട് സ്പീച്ച് എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോ റിപ്പോർട്ട് സ്പീച്ച് എടുക്കാം. ഓക്കെ, സ്ക്രീനിലോട്ട് നോക്കൂ. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് നമ്മൾ റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയും. അതായത് നമ്മളൊരു കാര്യം, ഒരാള് നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് മറ്റൊരാളോട് പറയണ്ടേ. ഒരു തേർഡ് പേഴ്സണോട് പറയുമ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യല്ലേ ചെയ്യാം, അല്ലെ? അവരങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാം, അല്ലെ? അതിനെയാണ് റിപ്പോർട്ട് സ്പീച്ച് ഓർ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയാം. ഓക്കെ, അത് ഓരോ ടെൻസിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടെൻസിന് വ്യത്യാസം വരും. Okay, so listen carefully. First one, present tense. അല്ലെ, present tense first simple present ആണ്. Simple present ലെ ഒരു സെന്റൻസ്, അതായത് simple present പറഞ്ഞൊരു കാര്യം നമ്മള് അതൊരു റിപ്പോർട്ട് ചെയ്യുമ്പോ, റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോ ആ ടെൻസിന് മാറ്റം വരും. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, the boy said I want a cycle. അത് പ്രസന്റ് ടെൻസ് ആണ്, സിമ്പിൾ പ്രസന്റ് ആണ്. I want a cycle എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, വെയിറ്റ്, അതിക്ക് മുന്നേ ടെൻസ് ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? എല്ലാ റിപ്പോർട്ട് സ്പീച്ച് എടുക്കുന്നതിന് മുൻപ് അറിയേണ്ട ഒരു കാര്യമാണത്. ടെൻസ് ഇനിയും ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ആരെങ്കിലും ക്ലാസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് പറയും. മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, അതിനു വേണ്ടി ചോദിക്കുന്നതാണ്. ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ടെൻസ് മിസ് ലാസ്റ്റ് ക്ലാസ്സിൽ മിസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത് ഇതേ ക്വസ്റ്റ്യന്. അപ്പൊ ഞങ്ങൾ ആൻസർ പറഞ്ഞതായിരുന്നു. ഞങ്ങൾക്ക് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, ഫ്യൂച്ചർ അറിയാം. പിന്നെ പെർഫെക്റ്റ്, കണ്ടിന്യൂസ് അത് കുറച്ച് ഡിഫിക്കൽട്ട് ആവും. സംടൈം ചില വേർഡ്സ് മാത്രം. ഞാനിത് ഇടക്ക് ചോദിക്കുന്ന വെച്ചാല് മിക്കപ്പോഴും ഇത് തന്നെയാണ് ഞാൻ ചോദിക്കും. റെസ്പോണ്ട് ചെയ്യും, ഞാൻ കുറച്ചിങ്ങനെ പറഞ്ഞു തരും. പിന്നെയും സെയിം തന്നെയാണ്. ഇപ്പൊ സിന്ധുവിന് ഡൗട്ട് ഉണ്ട്. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഈ ക്ലാസ്സിൽ നമ്മൾ ടെൻസ് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫാനിനി, നവ്യ, ജെയിൻ, അന്ന, ബിൻഷ, പറയൂ. ഒരാൾക്ക് മാത്രമേ ഉള്ളൂ? മിസ്സേ, സിമ്പിൾ പാസ്റ്റ് പറഞ്ഞോട്ടെ. അതായത് സിമ്പിൾ പാസ്റ്റ് അല്ലെ സിമ്പിൾ ഫ്യൂച്ചർ, സിമ്പിൾ പ്രസന്റ് ടെൻസ് അതുവരെയൊക്കെ ഉറപ്പുണ്ട് നന്നായിട്ട്. പക്ഷെ ബാക്കി ആ ഒരു പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് ഓരോ ടെൻസും പോകുന്തോറും കൺഫ്യൂഷൻ വരുന്നുണ്ട്. നമുക്ക് ടെൻസ് നോക്കാം. എല്ലാവരും ഫസ്റ്റ് നോട്ട്ബുക്ക് എടുത്തേക്കും. ഇപ്പൊ എഴുതാൻ പോകുന്ന കാര്യം ഒരിക്കലും ഇനി ആ ബുക്ക് മിസ് ചെയ്യരുത്, ആ നോട്ട് മിസ് ചെയ്യരുത്. ഓക്കെ, എപ്പോഴും റിവൈൻഡ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കാം. ക്ലിയർ ആണല്ലോ? യെസ്, നോട്ട്ബുക്ക് എടുക്കുക. ഫസ്റ്റ് എഴുതാ. പ്രസന്റ് ടെൻസിൽ തന്നെ 4 ആക്ഷൻസ് ഉണ്ട്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. 4 ആക്ഷൻസ് ആണ് ഉള്ളത്. ഇതെല്ലാം കൂടി നമുക്ക് ഒന്നിച്ച് പ്രസന്റ് ടെൻസ് എന്നാണ് നമ്മൾ പറയാറ്. ഓക്കെ, അപ്പൊ പ്രസന്റ് ടെൻസ് എന്ന് മെയിൻ ഹെഡിങ് കൊടുത്തിട്ട് അതിൽ ഫസ്റ്റ് ടെൻസ് ചെയ്താ സിമ്പിൾ പ്രസന്റ്. ഓക്കെ,
സിമ്പിൾ പ്രസന്റില് ശ്രദ്ധിക്കുക, സബ്ജക്റ്റും വെർബും മാത്രമേ ഉണ്ടാവുള്ളൂ. അത് പറഞ്ഞ് സെന്റൻസ് ഫുള്ള് ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സബ്ജക്റ്റിനെയും വെർബിനെയാണ്. ഓക്കെ, അപ്പൊ അതിന് സ്ട്രക്ചർ എഴുതാം. സബ്ജക്ട് പ്ലസ് V1. സബ്ജക്ട് പ്ലസ് V1. V1 ഓർ വെർബ്. വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് നമുക്ക് ഇവിടെ ആവശ്യം. സബ്ജക്ട് പ്ലസ് V1. സബ്ജക്റ്റിന് നമുക്ക് ഷോർട്ട് ആക്കി S എന്ന് എഴുതാം. S പ്ലസ് V1 എന്ന് എഴുതാം. ഓക്കെ, ഈ V1 എന്ന് പറയുന്നത് ഒരു വെർബിൽ തന്നെ 3 ഫോംസ് ഉണ്ട്. V1, V2, V3. അതായത് ഒരു വേർഡ് എടുക്കുകയാണെങ്കിൽ, അപ്പൊ റൈറ്റ് എന്ന് പറഞ്ഞൊരു വേർഡ് എടുക്കുകയാണെങ്കിൽ അതിന് 3 ഫോംസ് ഉണ്ട്. റൈറ്റ്, റോട്ട്, റിട്ടേൺ. എന്ന് നമ്മൾ പറയാ പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് ഈ 3 ഫോമിൽ നമ്മൾ പറയാം. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. നമ്മൾ അതിന് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട് V1, V2, V3 എന്ന് പറയും. അപ്പോ റൈറ്റ് എന്ന് പറയുന്ന വേർഡ് V1 ആണ്. റോട്ട് V2, റിട്ടേൺ V3. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എഴുതി വെക്കാം. അപ്പൊ ഇനി V1, V2, V3 എന്ന് പറയുമ്പോ മനസ്സിലാവണം. ഓക്കെ, ക്ലിയർ ആയോ? പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പേഷൻ, പാർട്ടിസിപ്പിൾ, പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ. PARTICIPLE, പാർട്ടിസിപ്പിൾ. ഇങ്ങനെയാണ് അത്. അതിനോട് തന്നെ V1, V2, V3 എന്ന് കൂടെ എഴുതി വെക്കാം. ഓക്കെ, അപ്പോ ഇതാണ് V1, V2, V3. ഇനി അറിയേണ്ടത് സബ്ജക്ട് ഏതൊക്കെയാണെന്ന് അറിയണം. സബ്ജക്ട് അറിയണം. നമുക്ക് സിംഗുലർ സബ്ജക്ട് ഉണ്ട്, പ്ലൂറൽ സബ്ജക്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഏതൊക്കെയാണ് സിംഗുലർ സബ്ജക്ട് എന്ന് എഴുതാം. ഹി, ഷീ, ഇറ്റ്, എവ്രിബഡി. ഹി, ഷീ, ഇറ്റ്, എവ്രിബഡി എന്ന് പറയുന്ന ഈ 4 സബ്ജക്ട്സ് ആണ് സിംഗുലർ. ഹി, ഷീ, ഇറ്റ്, എവ്രിബഡി. ഓക്കെ, ഇനി ബാക്കിയുള്ളത് ഐ, യു, വി, ദേ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്ട്. ഐ, യു, വി, ദേ പ്ലൂറൽ സബ്ജക്ട് ആണ്. ഓക്കെ, ഇത് കഴിയുമ്പോ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. ഫസ്റ്റ് സിംഗുലർ സബ്ജക്ട്, ദെൻ പ്ലൂറൽ സബ്ജക്ട്. ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. ഓക്കെ, ഓൺ ദി സ്പോട്ടിൽ ക്ലിയർ ചെയ്ത് പോവാം. പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ അർത്ഥം എന്താ? അറിയാ, അത് 3 ഫോംസ് ആണ്. അറിയാ, വെർബിന്റെ 3rd ഫോം ആണ് ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് എല്ലാരും പാസ്റ്റ് തന്നെയാണ്, പാസ്റ്റ് വേർഡ് തന്നെയാണ്. ഓക്കെ, പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ കറക്റ്റ് മീനിങ് എന്ന് ചോദിച്ചാല് കറക്റ്റ് മീനിങ് എനിക്കറിയില്ല. എന്താ പറയാ, കഴിഞ്ഞ ഒരു കാര്യമാണ്. കഴിഞ്ഞതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആ വേർഡൊക്കെ. ഓക്കെ, ഹന്ന ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോ സിംഗുലർ സബ്ജക്റ്റും പ്ലൂറൽ സബ്ജക്റ്റും നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ഇനി അറിയേണ്ടത് വെർബാണ്. അല്ലെ? സ്ട്രക്ചർ പറഞ്ഞു, സബ്ജക്ട് പ്ലസ് V1 ആണ് സിമ്പിൾ പ്രസന്റിന്റെ സ്ട്രക്ചർ. അപ്പോ ഇനി അറിയേണ്ടത് വെർബിനെ കുറിച്ചാണ്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ് ആണ് വരേണ്ടത്. ഓക്കെ, സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ് ആണ് വരാം. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബ്. അത് എഴുതി വെക്കാം. സിംഗുലർ സബ്ജക്റ്റിന്റെ പറയൂ സിന്ധു.
Ma'am, one more repeat, ma'am. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വേർബും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വേർബും. Yes. ഓക്കെ ആണോ? കാരണം ഈ സിംഗുലർ സബ്ജക്റ്റ് ഏതൊക്കെയാണ്? ഹി, ഷീ, ഇറ്റ്, എവരിബഡി. അതിന്റെ കൂടെ സിംഗുലർ വേർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഐ, യു, വി, ദേ എന്ന് പറയുന്ന പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വേർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി സിംഗുലർ വേർബ് എന്താണ്, പ്ലൂറൽ വേർബ് എന്താണെന്ന് അറിയണം. ഇപ്പോ സിംഗ്, പാട്ട് പാടുക, സിംഗ് എന്ന് പറയുന്ന വേർഡ് പ്ലൂറൽ ആണ്. ഓക്കെ, സിംഗ് എന്ന് പറയുന്ന വേർഡിനെ നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയാണ് യൂസ് ചെയ്യുക. അതിന്റെ കൂടെ എസ് ആഡ് ചെയ്യുമ്പോ സിങ്സ്, സിങ്സ് എന്ന് പറയുമ്പോ അത് സിംഗുലർ വേർബായി. ഓക്കെ, സിംഗ് എന്ന് പറയുന്നത് പ്ലൂറൽ വേർബും സിങ്സ് എന്ന് പറയുന്നത് സിംഗുലർ വേർബും ആണ്. എസ് വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യുമ്പോഴാണ് അതിന് സിംഗുലർ വേർബ് കിട്ടുക. ഓക്കെ ആണോ? വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ സിംഗുലർ, അതെന്താണ്, സിംഗുലർ ആകും. വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യുമ്പോൾ സിംഗുലർ ആകും. അല്ല, ആ ഒരു വേർഡ് മാത്രമാണ് സിംഗ് എന്ന് പറയുന്ന വേർഡ് ആണെങ്കിൽ അത് പ്ലൂറൽ ആകും. അതുപോലെ ഒരുപാട് വേർഡ് പറയുകയാണെങ്കിൽ റൈറ്റ് പ്ലൂറൽ ആണ്, റൈറ്റ്സ് സിംഗുലർ, റൺ പ്ലൂറൽ, റൺസ് സിംഗുലർ, റീഡ് പ്ലൂറൽ, റീഡ്സ് സിംഗുലർ. അപ്പോ വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യുമ്പോൾ അതിന് സിംഗുലറും കിട്ടും. അല്ലാതെ ഒരു വെർബ് ആണെങ്കിൽ അത് പ്ലൂറൽ ആണ്. അപ്പൊ മനസ്സിലായല്ലോ, സിംഗുലർ വെർബിന്റെ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യേണ്ട വെർബ് ഏതൊക്കെയാണെന്നും പ്ലൂറൽ സബ്ജക്റ്റിന് കൂടെ യൂസ് ചെയ്യേണ്ട വെർബ് ഏതൊക്കെയാണെന്നും ക്ലിയർ ആയല്ലോ. അപ്പൊ ഇത്രയുമാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉള്ള റൂൾസ്. ഓക്കെ, ഇനിയിപ്പോ ആ സ്ട്രക്ചർ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു സെന്റൻസ് പറയാലോ. എന്തെങ്കിലും ഒരു സെന്റൻസ് ഒന്ന് മേക്ക് ചെയ്തേ. സബ്ജക്റ്റും വെർബും കറക്റ്റ് ആയിരിക്കണം. അതായത് സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വെർബ് ആയിരിക്കണം, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വെർബ് ആയിരിക്കണം. ഇത് മാത്രമേ അവിടെ നമ്മൾ നോക്കേണ്ടുള്ളൂ. ഒരു സെന്റൻസ് ഒന്ന് പറഞ്ഞേ. പറയൂ. They play ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസ് ഒന്ന് പയ്യെ മേക്ക് ചെയ്യൂ. They play എന്താണ്, ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ സെന്റൻസ് ഒന്ന് കംപ്ലീറ്റ് ആകും. എല്ലാവരും എക്സാമ്പിൾ പറയണം. I drink tea. I drink tea. Yeah, ഇനി ഒരു സിംഗുലർ സബ്ജക്റ്റ് പറഞ്ഞേ. He plays cricket. Yeah, he plays cricket. Okay, ഇനി പറയൂ സിന്ധു. She sings song. Yeah, next. Plural. സിന്ധു, പ്ലൂറൽ സബ്ജക്റ്റ് വെച്ചിട്ട് പറയൂ. They sings song. കുട്ടി സിംഗിനെ പറയും, പ്ലൂറലിനെ സിംഗിനെ ഉള്ളു, എസ് ഇല്ല. പ്ലൂറൽ സബ്ജക്റ്റ്. He write a note. ഇതോ He is writing a note. she He is writing. ഹന്ന, അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ലല്ലോ. ആ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട് പറയൂ. ജെയിൻ പറയൂ. നവ്യ. Yes, ma'am. പറയൂ. She is a dancing. അതെ, അത് സിമ്പിൾ പ്രസന്റ് ആണോ നവ്യ? അല്ല, സിമ്പിൾ പ്രസന്റ് ഞാൻ പറഞ്ഞ് എഴുതിയെടുത്തോ? മാം, എനിക്ക് എഴുതിയെടുക്കാൻ പറ്റില്ല. ഞാൻ ഫുഡ് കഴിക്കായിരുന്നു, അന്നേരം എഴുതാൻ പറ്റിയിരുന്നില്ല. എഴുതാൻ ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, മാമിനോട് ചോദിക്കാൻ വെച്ചിട്ടാണ്. അടിപൊളി. ജെയിൻ പറയൂ. ലാസ്റ്റത്തെ പറയുമ്പോ കട്ടായി പോയി ഫോണ്.
എന്തോ സിന്ധു? മിസ് ലാസ്റ്റ് പറഞ്ഞോണ്ടുണ്ടായില്ലേ ഫ്ലൂറൽ എസ് ജോയിൻ ചെയ്യാന്, അത് പറയുമ്പത്തേക്ക് കട്ടായി പോയി നെറ്റ്. ഓക്കെ, ഞാൻ പറയാം. ജെയിൻ, She is a dancer. എന്തോ? She is a dancer. ആ, അടിപൊളി. ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ? സത്യം പറയും, ശ്രദ്ധിച്ചിരിക്കുന്നോ? They plays അല്ല. cricket. നിങ്ങൾ എത്ര പേര് ക്ലാസ് ശ്രദ്ധിക്കേണ്ടതുണ്ട്? ഒന്ന് പറയോ? ബെൻഷ, ബെൻഷയ്ക്ക് എന്താണ് മനസ്സിലായത്? എല്ലാവർക്കും ഒന്ന് പറഞ്ഞോട്ടെ. മിസ് പറഞ്ഞ നോട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സിമ്പിൾ പ്രസന്റ് ടെൻസില് അതിന്റെ ഒരു ഫോം മിസ് പറഞ്ഞത് സബ്ജക്ട് പ്ലസ് V1 ഫോം, അതായത് അതിന്റെ ബേസ് ഫോം, ഏത് വെർബും തുടങ്ങുമ്പോഴുള്ള ആ ഒരു ഫോം. പിന്നെ സിംഗുലർ ഫോംസ്, സിംഗുലർ ആ ഒരു വിഭാഗത്തിൽ പെടുന്നത് ഹി, ഷീ, ഇറ്റ്, എവരിബഡി. പ്ലൂരൽ ആണെങ്കിൽ I, you, we, they. ഇനി സിംഗുലർ ആണെങ്കിൽ അതിന്റെ വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യണം. പ്ലൂരൽ ആണെങ്കിൽ വേണ്ട. അത്രയാണ് എനിക്ക് മനസ്സിലായത്. ഇതൊക്കെ ഞാനും എഴുതിയിട്ടുണ്ട് മിസ്സേ. ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് എക്സാമ്പിൾ പറഞ്ഞപ്പോ തെറ്റിപ്പോയി? അല്ല, ഞാൻ നോക്കുമ്പോ മറ്റേ കൊച്ച് ഷീസ് ഡാൻസിങ് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഞാനത് ഷീസ് ഡാൻസർ അങ്ങനെയാണ് പറയേണ്ടതെന്നുള്ള രീതി ഞാനങ്ങ് പറഞ്ഞേ ഉള്ളൂ. ഞാൻ പറയുന്നത് കറക്റ്റ് ആണോ ഇല്ലെന്ന് പോലും പറഞ്ഞില്ല. അപ്പൊ ഞാൻ ഓർത്ത് അത് സിമ്പിൾ പ്രസന്റ് ആണല്ലോ എന്ന് ഓർത്ത്. അതെ അതെ, മനസ്സിലായി. ഒന്നും മനസ്സിലായിട്ടില്ല. അതായത് എനിക്ക് ഒന്നാമത് ഈ ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ച് ഇഷ്ടമല്ല മിസ്സേ, ഒരു വാക്ക്. എന്റെ ഇവിടെ ഡയറക്റ്റ് സ്പീച്ച് ഒന്നും ഞാൻ പറഞ്ഞില്ല. മറ്റേ അതിനെ കുറിച്ചാണല്ലോ മിസ് പറഞ്ഞു വരുന്നത്, അതുകൊണ്ട്. അല്ല, ഇത് ടെൻസാണ്. Played cricket. എല്ലാവർക്കും ടെൻസ് ഡൗട്ടാണ്. പിന്നെ ഞാൻ എടുത്തിട്ട് കാര്യമില്ല. ടെൻസ് അറിയാത്തവർക്ക് ഞാൻ ഡയറക്റ്റ് സ്പീച്ച് പറഞ്ഞ് എങ്ങനെയാ പറഞ്ഞുതരും? അതുകൊണ്ട് ടെൻസ് ആദ്യമേ എടുക്കുകയാണ് ഒന്നുകൂടെ. ആദ്യത്തെ ക്ലാസ് തുടങ്ങി ഞാൻ എടുക്കാം. ഓക്കെ മിസ്സേ. അപ്പൊ ശ്രദ്ധിച്ചിരിക്കും. ഓക്കെ, ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചിരിക്കും. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമുക്ക് വേണ്ടത് സബ്ജക്റ്റും വെർബും ആണ്. ഇതിൽ ഓക്സിലറി ഇല്ല, അതൊന്ന് മനസ്സിലാക്കും. ഈസ് ആൻഡ് ആർ എന്നൊക്കെ പറയുന്നത് ഓക്സിലറി ആണ്. ഷീസ് ഡാൻസർ, ഷീസ് ഡാൻസിങ് എന്ന് പറയുന്നത് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ല. ഓക്കെ, ഇവിടെ ഓക്സിലറീസ് ഒന്നും വരില്ല. അതാ ഞാൻ പറഞ്ഞേ, സബ്ജക്റ്റും വെർബും മാത്രമേ വരുള്ളൂ, വേറെ ഒന്നും ഇതിൽ വരില്ല. ING ഒന്നും വരില്ല. അതായത് ഞാൻ പ്രത്യേകം പറഞ്ഞ സബ്ജക്ട് പ്ലസ് V1 ഫോമില് എവിടെയാണ് ING വരാ? ഓക്കെ, അപ്പോ ING ഒന്നുമില്ല. ശ്രദ്ധിച്ചിരുന്ന മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആത്മാർത്ഥമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സബ്ജക്ട് പ്ലസ് V1 ഫോം ആണ് വരാ. V1, V2, V3 എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഒരു വേർഡിന്റെ ഫസ്റ്റ് ഫോം ആണ്. റൈറ്റ് ആണെങ്കിൽ റൈറ്റ്, റോട്ട്, റിട്ടേൺ, അതാണ് V1, V2, V3. അപ്പോ V1 ഏതാണ് നമ്മൾ യൂസ് ചെയ്യുക? റൈറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. സബ്ജക്ട് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. സിംഗുലർ സബ്ജക്ട് ഹി, ഷീ, ഇറ്റ്, എവരിബഡി. പ്ലൂറൽ സബ്ജക്ട് I, you, we, they, ഇതാണ് പ്ലൂറൽ സബ്ജക്ട്. സിംഗുലർ സബ്ജക്റ്റിന് കൂടെ സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റിന് കൂടെ പ്ലൂറൽ വെർബുമാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു വെർബിനെ പ്ലൂറൽ ആക്കണമെങ്കിൽ ആ വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്താൽ മതി. അപ്പോ റൈറ്റ് ആണെങ്കിൽ അതിന് സിംഗുലർ ആക്കാനായിട്ട് റൈറ്റ്സ് എന്ന് പറയാം. റൈറ്റ് എന്ന് പറയുന്ന വേർഡ് പ്ലൂറൽ ആണ്. അതിന് സിംഗുലർ ആക്കണമെങ്കിൽ നമ്മൾ എസ് ആഡ് ചെയ്യണം. റൈറ്റിന്റെ കൂടെ എസ് ആഡ് ചെയ്യുമ്പോഴാണ് അത് സിംഗുലർ വെർബായി മാറാം. അപ്പൊ റൈറ്റ്സ്. അപ്പോ ഈ സിംഗുലർ സബ്ജക്ട് ഏതൊക്കെയാണോ അതിന്റെ കൂടെയൊക്കെ യൂസ് ചെയ്യേണ്ടത് ഈ സിംഗുലർ വെർബ് ആണ്. ബാക്കി എല്ലാത്തിന്റെ കൂടെ നമ്മൾ പ്ലൂറൽ വെർബ്, നോർമൽ വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ഹി റൈറ്റ്സ്, ഷീ റൈറ്റ്സ്, ഇറ്റ് റൈറ്റ്സ് എന്ന് പറയില്ല, സബ്ജക്റ്റിന്റെ ബേസിൽ പറയുന്നു എന്ന് മാത്രം. ഓക്കെ, എവരിബഡി റൈറ്റ്സ്. ഈ പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ I write, you write, we write,
they write. ഇങ്ങനെയാണ് പറയാം. ഇത്രയേ ഉള്ളൂ കാര്യം. ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ he writes a novel. Okay, she reads a book. I read a book. You write a novel. മനസ്സിലായോ? ഇവിടെ സബ്ജക്ട് മാറുന്നതോറും വെർബിന് ചേഞ്ച് വരുന്നുണ്ട്. ക്ലിയർ ആയോ? ഇനി എല്ലാവരും ഒരു എക്സാമ്പിൾ ഒന്ന് പറഞ്ഞേ. സിമ്പിൾ പ്രസന്റ് മനസ്സിലായതിനു ശേഷം മാത്രമേ ഞാൻ അടുത്ത ടെൻസിലേക്ക് പോകുള്ളൂ. ഓക്കെ, എല്ലാവരും എന്താണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഓരോരുത്തരും ഇത് പറയാം. റെഡിയാണോ? ഓക്കെ, ഒരു കാര്യം ചെയ്യൂ. നിങ്ങൾ സംസാരിക്കാൻ റെഡിയാണോ എല്ലാവരും? ബില്ലിംഗ് ആണോ? വിൻഷിക്ക് മനസ്സിലായത് വിൻഷ പറഞ്ഞു. ഇനി എന്താണ് ഇപ്പൊ ഞാൻ സിമ്പിൾ പ്രസന്റ് പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അതൊന്ന് പറഞ്ഞേ. ഓരോരുത്തരായിട്ട് പറയൂ. ഞാൻ പേര് വിളിക്കുന്നത് നല്ല, നിങ്ങൾ ഓരോരുത്തരായിട്ട് പറയുന്നു. സബ്ജക്ട് പ്ലസ് V1 ഫോം. V1 എന്ന് പറയുന്ന ആദ്യത്തെ വെർബിന്റെ ഫോമാണ്. ആദ്യത്തെ വെർബിന്റെ ഫോമാണ് V1. സബ്ജക്റ്റും V1ഉം ചേർത്ത് അത് സിമ്പിൾ പ്രസന്റ്. വെർബിന്റെ ആദ്യത്തെ ഫോം വെർബ് ഒറിജിനൽ ആയിട്ടുള്ള ഫോം. അത് പ്ലൂറൽ ആണെങ്കിൽ എസ് ഇല്ലാതെ, പ്ലൂറൽ ആണെങ്കിൽ എസ് കൂട്ടി. ഓക്കെ, ഇനി ഞാനാ പറയാം. സിന്ധു പറയൂ. മിസ് ഞാനൊരു എക്സാമ്പിൾ തരാം. ഷീ റൈറ്റ്സ് നോട്ട്, അത് സിംഗുലർ. പിന്നെ they write note, plural. ഓക്കെ, ഏതൊക്കെയാണ് സിന്ധു സിംഗുലർ സബ്ജക്ട്? ഏതൊക്കെയാണ് Singular subject. He, she, it, everybody singular subject. I, you, be, they plural subject. പിന്നെ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ് തന്നെ ജോയിൻ ആവണോ? പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബ് തന്നെ ജോയിൻ ആവണോ? പിന്നെ ഇപ്പൊ റൈറ്റ്സ് ഉള്ളത് അത് പ്ലൂറൽ ആണ്. അപ്പൊ എസ് ഇല്ലാതെ സിംഗുലറിന്റെ കൂടെ എസ് വേണ്ട. അല്ല എസ് വേണോ? പ്ലൂറലിന്റെ കൂടെ എസ് വേണ്ട. പ്ലൂറലിന്റെ കൂടെ എസ് അല്ലേ? അപ്പോ അത് ക്ലിയർ ആയി. പ്ലൂറലിന്റെ കൂടെ എസ്. സിംഗുലറിന്റെ കൂടെ എസും പ്ലൂറലിന്റെ കൂടെ എസ് വേണ്ട. ഓക്കെ, പ്ലൂറല് വിത്തൗട്ട് എസ്, സിംഗുലർ നമ്മുടെ സിംഗുലറിന്റെ കൂടെ എസ് വേണം. റൈറ്റ്സ് എന്ന് പറയുന്നത് സിംഗുലറും റൈറ്റ് എന്ന് പറയുന്നത് പ്ലൂറലാണ്. I like ice cream. He walks to school. She അല്ല he walks, walks, walks to school. Okay. ഓക്കെ, ഇനി ജെയിൻ പറയൂ. മിസ് ഇപ്പം പറയാം, ഒരു മിനിറ്റ്, ഒരു സെന്റൻസ് ഒന്ന് ആലോചിച്ചോട്ടെ. യെസ് മാം. പറയൂ, എന്താണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്?
ഷീസ് റീഡ് ബുക്ക്. ആ ശരിയാണോ? പിന്നെ എന്താണ് വാട്ട് ഈസ് സിമ്പിൾ പ്രസന്റ് എന്താണ് നബിക്ക് മനസ്സിലായത് അത് പറയും. സബ്ജക്ട് ഏതാണ്, സബ്ജക്റ്റിലൂടെ ഏത് വെർബ് യൂസ് ചെയ്യണം, ഇങ്ങനെയാണ് പറയുന്നത്. ചേർക്കരുതെന്ന് ടീച്ചർ പറഞ്ഞായിരുന്നു സിമ്പിൾ പ്രസന്റിന്. പറയൂ നവ്യ. നവ്യ ആലോചിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയട്ടെ, ഐ കുക്ക് എവറി ഡേ. ആ ആ ബാക്കി ഫുൾ പറയണോ മിസ് പറഞ്ഞ കാര്യങ്ങള് മൊത്തം? പറയണം പറയണം. സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് V1 ഫോം ആയിരിക്കും. പിന്നെ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞത് ഓക്സിലറി ഫോംസ്, അതായത് ഈസ വാസ ING ഒന്നും ഉണ്ടാവത്തില്ല. പിന്നെ പ്ലൂറലിന്റെ കൂടെ എപ്പോഴും പ്ലൂറൽ ആയിട്ടായിരിക്കും വരിക. പ്ലൂറൽ സെന്റൻസ് ആണെങ്കിൽ ഐ യു ബി ദേ ഒക്കെയാണ് പ്ലൂറൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സുകൾ. പിന്നെ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ എപ്പോഴും സിംഗുലർ ഫോം ആണ് വരിക. ഷീ ഹി യു ഒക്കെയാണ് സിംഗുലർ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത്രേ. ഏതൊക്കെയാണ് സിംഗിൾ സബ്ജക്ട്? ഏതൊക്കെയാണ്? ഷീ ഹി യു ഐ ആ അല്ല ഐ വരില്ല. ഷീ ഹി യു ആ മൂന്നെണ്ണം ഞാൻ എഴുതി വെച്ചിട്ടുള്ളൂ മിസ്സേ. ഷീ ഹി യു യു യു. ആ ഓക്കെ. പിന്നെ പിന്നെ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും എസ് ചേർക്കണം. പക്ഷെ മിസ് അത് പ്ലൂറൽ സബ്ജക്റ്റിനല്ലേ സാധാരണ എസ് ചേർക്കുന്നത്? ആ അങ്ങനെയൊക്കെ തോന്നുമ്പോ ആദ്യം സിംഗിൾ സബ്ജക്ട് കറക്റ്റ് ആയിരുന്നോ പറഞ്ഞത്? മാറിപ്പോയോ? സിംഗുലർ ഐ യു വി ദേ ആയിരിക്കും സിംഗുലർ. ആഹാ നോട്ട് എഴുതി വെച്ചായിരുന്നോ? എഴുതി വെച്ചായിരുന്നു. ഞാൻ ഷീ ഹി യു സിംഗുലർ സബ്ജക്റ്റ് ആയിട്ട് എഴുതി വെച്ചേക്കുന്നത്. വെരി ഗുഡ്. ഒന്നുകൂടെ കേട്ടോ. ഹി ഷീ ഇറ്റ് എവരിബഡി. ഓക്കെ ഓക്കെ മിസ്. ഇറ്റ് എവരിബഡി. ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടോ? ആരോ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹി ഷീ ഇറ്റ് എവരിബഡി. ബിൻഷയാണ്. ഹി ഷീ ഇറ്റ് എവരിബഡി ആണ് സിംഗുലർ സബ്ജക്ട്. ഇനി പ്ലൂറൽ സബ്ജക്ട് ഏതൊക്കെയാണ്? ബിൻഷ എന്ന് ടൈപ്പ് ചെയ്തോളൂ. ഐ യു വി ദേ. പൊട്ടത്തരം പറഞ്ഞാലുണ്ടല്ലോ. ഇല്ല മിസ്, ഞങ്ങൾ കറക്റ്റ് ആക്കി. ഐ യു വി ദേ ഇതാണ് സിംഗുലർ പ്ലൂറൽ സബ്ജക്ട്. ഇനി പ്ലൂറൽ വെർബ് എങ്ങനെയാണെന്ന് പറഞ്ഞേ കേക്കട്ടെ. വെർബോ V1 ഫോം ആയിരിക്കും. V1 ഫോം ആയിരിക്കും, അതായത് ആദ്യത്തെ ഫോം ആയിരിക്കും. സിംഗുലർ സബ്ജക്റ്റിന് കൂടി ഏത് വെർബ് വരും? എസ് ചേർക്കും നമ്മള്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ്. അപ്പൊ എസ് ആഡ് ചെയ്യണം. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബ്. ഒന്നും ആഡ് ചെയ്യണ്ട. നമ്മുടെ കറക്റ്റ് V1 ഫോം ഓക്കെ. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞേ. ഐ കുക്ക് എവരി ഡേ. ഓക്കെ. വേറൊരു എക്സാമ്പിൾ പറ. വേറൊരു എക്സാമ്പിള് സിംഗുലർ വെച്ചിട്ടാ? സിംഗിൾ സബ്ജക്ട് വെച്ചിട്ട്. സിംഗുലർ വെച്ചിട്ടാ? ഷീ ഒരു മിനിറ്റ് മിസ്സേ, ഒന്ന് മലയാളം ആലോചിച്ചോട്ടെ. ഒരു മിനിറ്റ്. ഏത് വെർബ് പറയാം? She watch movie in every week. She watch movie in every week. ഇതിൽ എവിടെയാ എസ്? എസ് വേണല്ലോ അല്ലേ? ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് മിസ്, ഒരു മിനിറ്റ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടേക്കാം. ഒരു മിനിറ്റ്, ഞാൻ മലയാളം ആലോചിച്ചോട്ടെ. പെട്ടെന്ന് ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. നടന്നു, ഓടുന്നു, ചാടുന്നു, എഴുതുന്നു, വരയ്ക്കുന്നു. ഇത് മലയാളം കിട്ടി. പറ. She draws
വേണ്ട, ഷി ഡ്രോ വേണ്ട. ഷി വാക്സ് എവറി ഡേ ഇൻ 1 കിലോമീറ്റർ. എവറി ഡേ ഇൻ 1 കിലോമീറ്റർ. ഇൻ 1 കിലോമീറ്റർ. ഒരു മിനിറ്റ് മിസ്, ഞാൻ ഒന്ന് പേപ്പറിൽ എഴുതിട്ട് പറയാം. ഒറ്റ മിനിറ്റ് മിസ്സേ. നമുക്ക് ഇവിടെ വെർബും സബ്ജക്റ്റും കുറച്ച് നമ്മൾ ഫോക്കസ് ചെയ്യും ഇപ്പോ. അത് കുഴപ്പമില്ല, കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താലേ കിട്ടുള്ളൂ. നിങ്ങളെ കൊണ്ടൊക്കെ ഓക്കെ മിസ്, ഞാൻ പറയാം. ഷി വാക്സ് എവറി ഡേ ഇൻ ദി മോർണിംഗ്. ഓക്കെ. She walks every day in the morning. ഇനി I ആണെങ്കിൽ I walk every day in the morning. സിംഗുലർ സബ്ജക്റ്റിന് കൂടെ സിംഗുലർ വേർബ് വരണം. എസ് ആയിട്ടുള്ള വേർബ് ആണ് സിംഗുലർ സബ്ജക്റ്റിന് കൂടെ വരേണ്ടത്. ഓക്കെ. ഇനി മാർക്കോ? ഇല്ല, ഒരിക്കലും പറയില്ല. ഓക്കെ. ഇനി ആർക്കാണ് ഡൗട്ട് ഉള്ളത്? നിങ്ങളെ മിസ്സേ കൂടെ എന്തോ ഒരെണ്ണം പറഞ്ഞ ഒരു എക്സാമ്പിള് ഞാൻ പറയണോ? അല്ല, ഞാൻ പറയട്ടെ. യു ഈറ്റ് ബനാന. അടുത്തത് ഷീ മേക്സ് ആംഗ്രി. She makes angry. Angry. തെറ്റാണോ മിസ്സേ? She makes angry എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവള് ദേഷ്യം ഉണ്ടാക്കി. ദേഷ്യം ഉണ്ടാക്കി. ഓക്കെ, ദേഷ്യം ഉണ്ടാക്കി. അവിടെ വേറെ എന്തെങ്കിലും ഫുഡ് ഐറ്റം ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നേ. She makes biryani or she makes food. Food പറയാം. ഓക്കെ. ഇനി ആർക്കാണ് ഡൗട്ട് ഉള്ള? ആർക്കാണ്? റിയ പറയുന്നത് കേൾക്കുന്നില്ല. അറിയാ വോയിസ് വളരെ കുറവാണ്. മനസ്സിലായി? റിയക്ക് മനസ്സിലായെന്ന് എനിക്കറിയാം. ഓക്കെ. റിയ പറഞ്ഞപ്പോ എനിക്കത് മനസ്സിലായി. റിയക്ക് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറയൂ, ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. നവ്യ? യെസ് മാം. നവ്യക്ക് ഡൗട്ട് ഉണ്ടോ? ഞാൻ പറയാലോ. ഓക്കെ, പറയൂ. സിമ്പിൾ പ്രസന്റ് ടെൻസില് സബ്ജക്ട് പ്ലസ് V1 ഫോം ആണ്. അതില് ഓക്സിലറി വെർബ് ഇല്ല. പിന്നെ V1, V2, V3 അതായത് റൈറ്റ്, ബ്രോട്ട്, റിട്ടേൺ എന്നിവ പോലെയാണ് ഉള്ളത്. ഇതില് സിംഗുലർ സബ്ജക്റ്റില് ഹി, ഷീ, ഇറ്റ്, എവരിബഡി. പ്ലൂറൽ ആണെങ്കിൽ I, you, we, they ആണ് ഉപയോഗിക്കാറ്. ഇത്രയൊക്കെ തന്നെയല്ലേ മാം? വെർബ് പറയൂ. She's read book. ഇനി സിംഗുലറില് he play in the ground വരുമോ മാം? he play ആണ് വരാ. he plays ആണ്. ഓക്കെ. പ്ലേ എന്ന് പറയുന്ന വെർബിന്റെ കൂടെ ഹി എന്ന് പറയുന്ന സിംഗിൾ സബ്ജക്ട് ആയതുകൊണ്ട് ആ പ്ലേ എന്ന് പറയുന്ന വെർബിന്റെ കൂടെ നമ്മൾ എസ് ആഡ് ചെയ്യണം. പ്ലേസ്. ഓക്കെ. ഐ ആണെങ്കിൽ ഓക്കെ, അത് പ്ലേ എന്ന് പറയും. ഐ പ്ലൂറൽ സബ്ജക്ട് ആയതുകൊണ്ട് നമുക്ക് അതിന്റെ കൂടെ പ്ലേ എന്ന് പറയാം. ഓക്കെ ആണോ നവ്യ? ഓക്കെ മാം. ഒരു കാര്യം ചോദിച്ചില്ലായിരുന്നോ?
ഷീ മേക്സ് ആംഗ്രി അതില്ലേ ഷീ മേക്സ് മീ ആംഗ്രി എന്ന് പറഞ്ഞാലോ? ആ അപ്പൊ കറക്റ്റാണ്. ഓക്കെ, അത് കറക്റ്റാണ്. അവളെ എന്നെ ദേഷ്യം പിടിപ്പിച്ചു എന്നൊക്കെ പറയും. ഓക്കെ, Ma'am, one more example, ma'am. He drinks cold. I drink cold. He drinks cold. He drinks cold. കോൾഡോ? Cold water, anything. അപ്പൊ അത് പറയണം. എന്താണ് കോൾഡ്? He drinks cold water. I drink cold water. Okay. ഇവിടെ നമ്മൾ സെന്റൻസ് ഉണ്ടാക്കുമ്പോ മെയിൻ ആയിട്ട് നോക്കേണ്ടത് വെർബ് മാത്രമാണ്. ബാക്കി നമുക്ക് എന്തും പറയാം. അവിടെ എന്താണ് വെർബ് വന്നിരിക്കുന്നത് അതിന് നമ്മൾ സിംഗുലർ ആക്കോ പ്ലൂറൽ ആക്കോ ചെയ്യാം. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണല്ലോ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? മാം നേരത്തെ പറഞ്ഞില്ലേ ഫസ്റ്റ് മുതലേ സിമ്പിൾ പ്രസന്റ് പ്രസന്റ് കണ്ടിന്യൂസ്, അതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം മാം, എഴുതിയെടുക്കാൻ വേണ്ടിട്ടാ. ഞാൻ പ്രസന്റ് കണ്ടിന്യൂസ് പറഞ്ഞില്ല, സിമ്പിൾ പ്രസന്റ് മാത്രമേ പറഞ്ഞുള്ളൂ. അത് ഏതാ ഡൗട്ട് നവിക്ക്? അത് എഴുതി കഴിഞ്ഞു. ഞാൻ അതേ പറഞ്ഞുള്ളൂ. ഓക്കെ, അപ്പൊ സിമ്പിൾ പ്രസന്റ് മനസ്സിലായോ ഇല്ലയോ? എല്ലാവരുടെ റെസ്പോൺസ് അറിയണം. അതിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ് സർ, ക്ലിയർ ആയി. റിയ പറയുന്നൊന്നും കേൾക്കുന്നില്ല. റിയ ഭയങ്കര സൗണ്ട് വളരെ കുറവാണ്, കേൾക്കുന്നില്ല. റിയ ഞാൻ പറയുന്ന റിയക്ക് കേൾക്കുന്നുണ്ടോ? റിയ പറയുന്ന ഒന്നും എനിക്ക് ഇങ്ങോട്ട് കേൾക്കുന്നില്ല, സൗണ്ട് വളരെ കുറവാണ്, മനസ്സിലാവുന്നില്ല. പറ്റുമെങ്കിൽ ടെക്സ്റ്റ് ചെയ്യോ, ഒരു മെസ്സേജ് അയക്കോ. ഓക്കെ, ഇനി മൂവിംഗ് ഓൺ ദ നെക്സ്റ്റ് tense is present continuous. Present continuous ന്റെ സ്ട്രക്ചർ ആദ്യം എഴുതാം. സബ്ജക്ട് പ്ലസ് ഓക്സിലറി പ്ലസ് ഓക്സിലറി ഏതാണെന്ന് എഴുതിക്കോളൂ. ഈസ് ആം ആർ, അതാണ് ഓക്സിലറീസ്. സബ്ജക്ട് പ്ലസ് ഈസ് ആം ആർ പ്ലസ് verb പ്ലസ് ing. കോൾഡ് Subject plus is and are plus കോൾഡ് എന്താന്ന് verb plus പറഞ്ഞു. കോൾഡ് പറഞ്ഞു, കോൾഡ് വാട്ടർ എന്ന് അവിടെ പറഞ്ഞു. ഫോൺ is subject plus is or am or am are plus ing form അല്ലേ? verb ന്റെ കൂടെ ing form. Subject plus is am are plus verb ന്റെ കൂടെ ing. ഓക്കെ, verb plus ing അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഈ verb ന്റെ കൂടെ ing ഫോം ആയിരിക്കണം. ഇനി ഇവിടെ പ്രസന്റ് ടെൻസ് ആയതുകൊണ്ടാണ് ഈസ് ആം ആർ എന്ന് പറയുന്ന ഓക്സിലറീസ് വന്നത്. ഓക്കെ, പ്രസന്റ് ടെൻസ് ആയതുകൊണ്ടാണ് ഈസ് ആം ആർ എന്ന് പറയുന്ന ഓക്സിലറീസ് വന്നത്. ഓക്കെ, ഈസ് ആം ആർ എന്ന് പറയുന്നത് ഓക്സിലറീസ് ആണ്. ഇനി അറിയേണ്ടത് ഈസ് എവിടെ വരുന്നു, ആം എവിടെ വരുന്നു എന്നാണ്. ഐയുടെ കൂടെയാണ് ആം യൂസ് ചെയ്യുക. ഐ ആം പ്രസന്റ് ടെൻസിൽ മാത്രം, അത് മനസ്സിലാക്കുക. പ്രസന്റ് ടെൻസിൽ മാത്രമാണ് ഐയുടെ കൂടെ ആം വരാം. ഹി ഷീ ഇറ്റ്സ് എവരിബഡിയുടെ കൂടെ ഈസ് വരുന്നു. ദെൻ യു വി യുടെ കൂടെയാണ് ആറ് വരാം. ഓക്കെ, ഐയുടെ കൂടെ ആം, ഹി ഷീ ഇറ്റ് എവരിബഡിയുടെ കൂടെ ഈസ്, യു വി യുടെ കൂടെ ആർ. ഓക്കെ ആണോ? എന്തോ അല്ല കേട്ടില്ല. ഒന്നും കൂടെ പറയാമോ? എഴുതിയില്ല. Yeah.
സ്ട്രക്ചർ എഴുതിയല്ലോ, സബ്ജക്ട് പ്ലസ് ഈസ് ആം ആർ പ്ലസ് verb പ്ലസ് ing. ഈസ് ആം ആർ എന്ന് പറയുന്ന ഓക്സിലറീസ് നമ്മൾ പ്രസന്റ് ടെൻസിലാണ് യൂസ് ചെയ്യുക. ഐയുടെ കൂടെ ആം എന്ന് പറയുന്ന ഓക്സിലറി ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഐയുടെ കൂടെ ആം എന്ന് പറയുന്ന ഓക്സിലറീസ് ആണ് യൂസ് ചെയ്യുക. അത് പ്രസന്റ് ടെൻസിലാണ് അങ്ങനെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ സിംഗുലർ സബ്ജക്ട് ഏതൊക്കെയാണ്? ഹി, ഷീ, ഇറ്റ്, എവരിബഡി എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ് നമ്മൾ ഈസ് യൂസ് ചെയ്യുക. യു, വി, ദേ എന്ന് പറയുന്ന പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ആർ യൂസ് ചെയ്യുന്നു. ഇതെല്ലാം യൂസ് ചെയ്യേണ്ടത് പ്രസന്റ് ടെൻസിലാണ്. ഓക്കെ, കഴിഞ്ഞോ? അപ്പോ ഏതൊക്കെ സബ്ജക്റ്റിന്റെ കൂടെ ഏതൊക്കെ ഓക്സിലറീസ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ഇനി വേർബിന്റെ കൂടെ ing വേണം. എന്ത് വേർബ് പറയുന്നു? വേർബ് എന്ന് പറയുമ്പോൾ V1 ഫോം ആണ്, ഫസ്റ്റ് ഫോം ആണ്. റൈറ്റിന്റെ കൂടെ ing വരുമ്പോ റൈറ്റിംഗ്, റീഡിന്റെ കൂടെ ing വരുമ്പോ റീഡിങ്, റണ്ണിന്റെ കൂടെ ing വരുമ്പോ റണ്ണിങ്. ഇങ്ങനെയാണ് നമ്മൾ വരാം. മാം ഐ കഴിഞ്ഞൊന്ന് പറഞ്ഞില്ലേ, ഒന്നും കൂടെ പറയോ? ഐ, യു ഏതാണ്? ഐയുടെ കൂടെ ആം വരുന്നു. അതെ, അത് കഴിഞ്ഞിട്ട് അടുത്തത് പറഞ്ഞില്ലേ, അത് എഴുതാൻ പറ്റിയിരുന്നില്ല. ഹി, ഷീ, ഇറ്റ്, എവരിബഡി എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഈസ് യൂസ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് യു, വി, ദയുടെ കൂടെ ആർ. എന്ത് മാം? സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹി, ഷീ, ഇറ്റ് ഒന്നും കൂടെ പറയോ? ഹി, ഷീ, ഇറ്റ്, എവരിബഡി ഇതാണ് സിംഗുലർ സബ്ജക്റ്റ്. അതിന്റെ കൂടെ ഈസ് ആണ് ഉപയോഗിക്കുക. ഓക്സിലറി എന്ന് പറയുന്നത് ഈസ്, IS, ഈസ്. അതായത് ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്, എവരിബഡി ഈസ്. ഈസ് എന്ന് പറയുന്ന ഓക്സിലറി ആണ് യൂസ് ചെയ്യുക. യു, വി, ദയുടെ കൂടെ ആർ ആണ് യൂസ് ചെയ്യുക. ARE, ആർ എന്ന് പറയുന്ന ഓക്സിലറി. ഓക്കെ, എഴുതിയോ? യെസ് മാം. ഇനി ing ഫോം അറിയാലോ. വേർബിന്റെ കൂടെ ing. റൈറ്റ് എന്ന് പറയുന്ന വേർബിന്റെ കൂടെ ing ചേർക്കുമ്പോ റൈറ്റിംഗ്, റീഡിംഗ്, വാക്കിംഗ്, റണ്ണിംഗ്, സ്ലീപ്പിംഗ്, ഡൂയിങ്, ടീച്ചിങ്, വാക്കിംഗ് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതാണ് ing ഫോം. ഓക്കെ, ഇനി ഒന്ന് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കേക്കട്ടെ. സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് എക്സാമ്പിൾ പറയും. മേഘാവട്ടെ പറയൂ. മിസ് പറയട്ടെ മിസ്സേ. പറയൂ. I am waiting for my friend. I am waiting for my friend. Next, she is Okay. cooking very well. She is cooking very well. She is cooking very well. അടുത്തത്, yeah. they are watching movie every day. They are watching movie every day. Yeah, good. ഇനി Okay, ഒന്ന് ഇനി, പറയൂ. I am waiting for my friend. Yeah, എന്താണ്? correct ആണ്. ഞാൻ പറഞ്ഞത് എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് എന്താണ് മനസ്സിലായത്? ഇങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞേ. ആ സബ്ജക്റ്റിന്റെ കൂടെ തന്നെ സബ്ജക്റ്റിന്റെ കൂടെ ഈസ്, ആർ ഓർ ആം വരും. പിന്നെ വെർബ് ing ഫോം ആയിരിക്കണം എപ്പോഴും. പിന്നെ ഐയുടെ കൂടെ എപ്പോഴും ആം ആയിരിക്കും വരിക. ഷീ, ഇറ്റ്, ഹി, എവരിബഡിയുടെ കൂടെ ഈസ് വരും. ഐ, യു, വി, ദയുടെ കൂടെ ആറും വരും. ഓക്കെ, കണ്ടിന്യൂസ് എന്ന് കേട്ടാല് ing ഉണ്ടാവും എന്ന് മനസ്സിലാക്കണം. അത് ഏത് കണ്ടിന്യൂസ് ആയിക്കോട്ടെ അവിടെ ഒരു ing ഉണ്ടാവും. Okay. ഇനി പ്രസന്റിലാണ് നമ്മൾ ഈസ് ആം ആർ എന്ന് പറയുന്ന ഓക്സിലറീസ് യൂസ് ചെയ്യുക. ഇനി നീ ആരാ പറയാ? സിന്ധു പറയൂ.
എക്സ്പ്ലെയിൻ ചെയ്യാ. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാം. മാം ഞാൻ തിങ്ക് ചെയ്യുന്നുണ്ട് മാം, ഒരു നിമിഷം. ഓക്കെ, മിസ് പറഞ്ഞോട്ടെ. അഭിനിഷ പറയും. എക്സാമ്പിൾ ആണ് ആദ്യം. I am walking to my home. He is taking with me. Sorry, talking with me. Taking alla miss, talking ആണ്. They are dancing in school anniversary. അതായത് ഇനി എക്സ്പ്ലെയിൻ ചെയ്യണോ? പ്രസന്റ് കണ്ടിന്യൂസിൽ സബ്ജക്റ്റിന്റെ കൂടെ ഓക്സിലറി ഈസ്, ആം, ആർ പ്ലസ് V1 ആ ബേസ് ഫോം പ്ലസ് ING. ഐയുടെ കൂടെ ആം വരും. ഹി, ഷീ, ഇറ്റിന്റെ എവരിബഡിയുടെ കൂടെ ഈസ് ആണ് ഉപയോഗിക്കുക. യു, വി, യുടെ കൂടെ ആർ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ വെർബിന്റെ കൂടെ ING ഫോം. മിസ്സേ മിസ് പോയിട്ടില്ല, കോൾഡ് ഉണ്ട്, അപ്പൊ ജസ്റ്റ് തുമ്മാൽ വന്നു, അതുകൊണ്ടാണ്. ഓക്കെ, എന്തെങ്കിലും ചെയ്തോളൂ. മിസ്സേ, പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്? ഇപ്പോ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ആ, അതാണോ പ്രസന്റ് കണ്ടിന്യൂസ്? അതാണ് പ്രസന്റ് കണ്ടിന്യൂസ്. ഓക്കെ മിസ്സേ, താങ്ക് യു. അപ്പൊ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ടീച്ചിങ്. നിങ്ങൾ എന്ത് ചെയ്യാണ്? പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്, എനിക്കറിയില്ല. ആണോ? ഓക്കെ, യു ആർ സ്റ്റഡിങ് ഓർ ലേണിംഗ് എന്ന് പറയും അല്ലേ? അപ്പോ ഞാൻ പറയട്ടെ. I am watching movie. She is watching movie. They are watching movie. I am watching movie. She is watching movie. They are watching movie. എല്ലാവരും മൂവി കാണണ്ടേ? അത് ഞാൻ അങ്ങനെ ഒരു ഇതിൽ എഴുതി പോയതാ. ഞാൻ നോക്കി എഴുതിയതാ. അതാണ് മിസ്സേ ING ഇതൊക്കെ. അപ്പോ ഇനി ആരാ? അന്ന പറയൂ. She is dancing. You are watching a movie. ശരിയാവുന്നില്ല. കോപ്പി അവിടെ അല്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോ ഈ ടെൻസ് മനസ്സിലായോ? പ്രസന്റ് കണ്ടിന്യൂസ് മനസ്സിലായോ? നവ്യ, ക്ലിയർ ആയോ? യെസ് മാം. യെസ്. അപ്പോ എക്സ്പ്ലെയിൻ. പ്രസന്റ് കണ്ടിന്യൂസിൽ സബ്ജക്ട് പ്ലസ് ഓക്സിലറി വെബ് ആണ്. അതായത് ഈസ്, ആം, ആർ, ഗോ പ്ലസ് ING ഫോം. എക്സാമ്പിൾ പറയട്ടെ മാം. I am watching in movie. She is playing ground. She's playing ground. Playing ground ഓ? അവിടെ മിസ്സിംഗ് ഉണ്ട്. എവിടെ കളിക്കുന്നേ? In the ground. in the ground. On the ground ഓ പറയാം. Okay, next. She is nice girl. മാം ശരിയാണോ അത്? Yeah. I went to the school. അടിപൊളി. ഇത്രയും കറക്റ്റ് വന്നിട്ട് ലാസ്റ്റ് വന്ന് തെറ്റി വരണോ? അതിലേതാ മാം മിസ്റ്റേക്ക് വന്നത്? ലാസ്റ്റ് എന്താ പറഞ്ഞേ? I went to the school. I went to the school എന്ന് പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ആണോ? അത് എവിടെയാണ് കണ്ടിന്യൂസ് ഫോം ഉള്ളത്? അല്ല. ഓക്കെ, ഞാൻ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. നാളെ നമുക്ക് ഇതന്നെ കണ്ടിന്യൂ ചെയ്യാം. റിയ ചോദിച്ചത് ഫിഷസ്. ഫിഷ് എന്ന് പറയുന്നത് ഓൾറെഡി അത് പ്ലൂറൽ ആണ്. ഓക്കെ, ഫിഷ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിഷ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് ഫിഷസ് എന്ന് പറയുന്നു. ഓക്കെ, അല്ലാതെ ഫിഷസ് എന്ന് പറയുന്ന വേർഡ് പ്ലൂറൽ അല്ല.
ഇപ്പോ നിങ്ങൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാല് ഇപ്പോ എന്താണ് ഒരു മീൻ മാത്രമേ ഉള്ളൂ എന്നിരിക്കുക, ഒരു അയിലയോ മാത്രമേ ഉള്ളൂ എന്നിരിക്കുക. അപ്പൊ നമുക്ക് ഫിഷ് എന്ന് പറയും. ഒരുപാട് അയില ഉണ്ടെങ്കിൽ നമുക്ക് ഫിഷ് തന്നെ പറയാം. ഇനി അതിന്റെ കൂട്ടത്തില് വെറൈറ്റി ഓഫ് മീനുകൾ ഉണ്ടെങ്കിൽ ഫിഷസ് ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നാളെ നമുക്ക് ഇതും കണ്ടിന്യൂ ചെയ്ത് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ ഓൾ. താങ്ക് യു മാം. താങ്ക്സ്.